ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ നിഫ്റ്റി അനലൈസ് ചെയ്തിട്ട് നോക്കാം. അപ്പം നിഫ്റ്റി രാവിലെ നല്ലൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഡൗൺ ട്രെൻഡാണ് ഇതിൽ കാണിക്കുന്നത്. ഡൗൺ ട്രെൻഡ് കാണാം. ട്രെൻഡ് ലൈൻ കട്ട് ചെയ്തു. പ്രീവിയസ് ഡേയിൽ ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് 15 days മൂവിങ് ആവറേജ് കട്ട് ചെയ്തു. ഇന്നത്തെ പിവറ്റ് പോയിൻറ്റും കട്ട് ചെയ്തു. പിന്നീട് ചെറിയ റിട്രേസ്മെൻ്റ് എടുത്ത് 200 day മൂവിങ് ആവറേജും കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഏകദേശം 8ഓളം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വോളിയം, പിവറ്റ്, പിന്നീട് ഒരു സെക്കൻഡ്, പിവറ്റ്, മൂവിങ് ആവറേജ്, 9 day, 15 day, 200 day മൂവിങ് ആവറേജസ്, ബൊളിഞ്ചർ ബാൻഡ്സ്, RSI, MACD, മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവൻസ്, MACD. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 3 minute ക്യാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പം നിഫ്റ്റി ചാർട്ടാണ്. അപ്പം നമ്മൾ ആദ്യത്തെ 5-10 മിനിറ്റ് മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിഫ്റ്റി ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ന് എക്സ്പയർ ഡേ ആണ്. എക്സ്പയർ ഡേയിൽ ട്രേഡ് എടുക്കരുത്. അതിന് നെക്സ്റ്റ് വീക്ക് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ചാർട്ടിലേക്ക് പോവാം. ഓപ്ഷൻ ചെയിനിലേക്ക് പോകുമ്പോഴത്തേക്ക് പി സൈഡ് നോക്കാം. പി സൈഡിൽ ഇൻ ദ മണിയിൽ 25,100 ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് നോക്കാം. 25,100 ഇന്നത്തെ ദിവസം 25,100 പി സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റൂൾ എവിടെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയതെന്ന് നോക്കാം. നമ്മുടെ റൂൾ എന്താണ്? നമ്മുടെ റൂള് VWAPന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. VWAPന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ, അതിന് മുകളിൽ നമുക്ക് എന്തൊക്കെ മൂവിങ് ആവറേജോ പ്രീവിയസ് ഡേ റെസിസ്റ്റൻസോ പിവറ്റ് പോയിൻ്റോ ഒക്കെ വരികയാണെങ്കിൽ അത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഉള്ളതാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം VWAPന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. VWAPന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ VWAPനോട് ചേർന്ന് എൻട്രി എടുക്കുക. VWAPന് തൊട്ട് താഴെ പ്രീവിയസ് ക്യാൻഡിൽസ് ലോ അഥവാ ബഫർ സോൺ ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 1:3 റേഷ്യോയെങ്കിലും വയ്ക്കാറുണ്ട് മിനിമം. അപ്പോൾ ഇവിടെ അതോടൊപ്പം തന്നെ VWAPന് മുകളിൽ നമുക്കിവിടെ ഒരു എൻട്രി കിട്ടിയേക്കുന്നത് ഏകദേശം 11 മണിക്ക് ശേഷമാണ്. അവിടെ RSI പരിശോധിച്ചാൽ 11 മണിക്ക് ശേഷം ഒരു സെക്കൻഡേ, RSI പരിശോധിച്ചാൽ RSIയും അതേ സമയം തന്നെ ഏകദേശം 50 പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡബിൾ കൺഫർമേഷനാണത്. MACD നോക്കിക്കഴിഞ്ഞാൽ MACDയും കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ MACD ഹിസ്റ്റോഗ്രാമിനോട് ചേർന്ന് ക്രോസിങ് വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ എൻട്രി എടുക്കുന്നതിൽ കുഴപ്പമില്ല. എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അതൊരു ചാൻസാണ്. അപ്പം എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് ഒരു ഏകദേശം 10 രൂപ ആണ് പ്രൈസ് ആ സമയം കാണിക്കുന്നത്. ആ സമയത്ത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 37 അവിടെ 37 200 days മൂവിങ് ആവറേജും നല്ലൊരു ടാർഗറ്റായിരുന്നു. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുള്ളവർക്ക് 52, 70, 100 വരെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. നമ്മളുടെ സ്ട്രാറ്റജിയിൽ നല്ലൊരു ടാർഗറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം നിഫ്റ്റി 50യിൽ ഇന്നത്തെ എക്സ്പയറിലാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് വെച്ചിട്ട് ഈ റേഞ്ചിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമ്മളുടെ അതേ സ്ട്രാറ്റജിയിൽ VWAPന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് വരികയും RSI 50 above ക്രോസ് ചെയ്യുകയും MACD ക്ലോസിങ് വരികയും ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 10 മണിയോടുകൂടി VWAPന് മുകളിൽ 3-4 ക്യാൻഡിൽ ടൈനി ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും RSI 50 above ക്രോസ് ചെയ്തിട്ടില്ല.
അപ്പം അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ല. MACD ക്രോസിംഗ് ഇല്ല, MACD ഹിസ്റ്റോഗ്രാം ചേർന്ന ക്രോസിംഗ് ഇല്ല, വോളിയം നല്ല വോളിയം ക്യാൻഡിലില്ല, വോളിയം ഹൈ കാണിക്കുന്നില്ല. അപ്പോൾ അതൊന്നും ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. അതിന് ശേഷവും അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല. ഒറ്റ തവണ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് ശേഷം ഇന്നേ ദിവസം അങ്ങനൊരു ട്രേഡ് വന്നിട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ VWAPന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിംഗ് വെച്ച് പിവറ്റ് പോയിൻറ്റും 200 ഡേ മൂവിങ് ആവറേജ് ഇവിടെ റൗണ്ട് സർക്കിൾ കാണിച്ചിരിക്കുന്നത്. താഴെ നമ്മൾ VWAPന് മുകളിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ടാർഗറ്റ് ഓൾറെഡി അതിനു മുമ്പ് അച്ചീവ് ആയിട്ടുണ്ട്. പിന്നീട് പിവറ്റ് പോയിൻറ്റും 200 ഡേ മൂവിങ് ആവറേജും ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതും ഒരു ബെറ്റർ എൻട്രി സൈഡാണ്. അവിടെ എൻട്രി എടുക്കുന്നവർക്ക് തൊട്ട് മുകളിലുള്ള R1 റെസിസ്റ്റൻസ് 1 കാണിക്കുന്ന 49 പോയിൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടാർഗറ്റാണ് സെറ്റ്. അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ളവർക്ക് R2 ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു പോയിൻ്റ് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൾ സൈഡ് പോയിരുന്നെങ്കിൽ എങ്ങനെ കിട്ടിയിരുന്നതിന് നോക്കാം. കോൾ സൈഡ് 25 തന്നെ നോക്കാം. കോൾ സൈഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് സെയിം സ്ട്രൈക്ക് തന്നെ കോൾ സൈഡ് ഓപ്പൺ ചെയ്തു. ഇന്നേ ദിവസം കോൾ സൈഡിൽ പിവറ്റ് പോയിൻ്റ് ബ്രേക്ക് ചെയ്യുന്ന പോയിൻ്റുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കോൾ സൈഡിൽ നമുക്ക് എൻട്രി ഇല്ല. ജസ്റ്റ് അത്രയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും അതിൽ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പയറി ഡേയിൽ ആ ഡേയിലെ സ്ട്രൈക്ക് അല്ല നോക്കേണ്ടത്, നെക്സ്റ്റ് വീക്കാണ്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ നെക്സ്റ്റ് വീക്ക് 31 ജൂലൈ സീരീസാണ് നോക്കേണ്ടത്. അതിൽ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നോക്കാം. ജസ്റ്റ് 1 സെക്കൻഡ്. എല്ലാം 3 മിനിറ്റ് ക്യാൻഡിലും ഈ പറയുന്ന 8 ഇൻഡിക്കേറ്റേഴ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പിവറ്റ് പോയിൻ്റ് മുകളിലാണ് നിൽക്കുന്നത്. RSI ഏകദേശം 50 തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ എൻട്രി എടുക്കാമായിരുന്നു. 9 മണിക്ക് ശേഷം തന്നെ നല്ലൊരു എൻട്രിയുടെ ഉണ്ട്. ഹിസ്റ്റോഗ്രാമിൽ MACDയിൽ കറക്റ്റ് കാണിക്കുന്നില്ല, പക്ഷേ VWAP RSI ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എൻട്രി എടുക്കണോ വേണ്ടേ എന്നുള്ളത് പ്രീവിയസ് ഡേ ലോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല നോക്കുമ്പോഴേക്കും. അപ്പം അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. തൊട്ട് മുകളിൽ പ്രീവിയസ് ഡേയിൽ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. പിവറ്റ് പോയിൻ്റ് താഴെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് അഥവാ പിവറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, ഈവൻ പ്രീവിയസ് ഡേ ഒരു 2 ഡേയ്സ് ഹൈ ഓർ 2 ഡേയ്സ് ലോ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണിക്കുമ്പോൾ ടാർഗറ്റ് അത് വയ്ക്കരുത്. അതിന് തൊട്ട് താഴെയായിട്ട് വേണം ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ചെറിയ വേരിയേഷന് ടാർഗറ്റ് ഹിറ്റ് ആവാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 72 ആ റേഞ്ചിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിവറ്റ് പോയിൻ്റ് വരുന്നത് 87 റേഞ്ചാണ്. 87.5 ആണ് റേഞ്ചാണ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ 87 എന്നുള്ളത് 85ലും റെസിസ്റ്റൻസ് വരാം. കറക്റ്റ് ടാർഗറ്റ് വെക്കേണ്ടത് 85 ആണ് വെക്കേണ്ടത്. 85ൽ കറക്റ്റാണ്. ഇപ്പോൾ 85 വെച്ചാൽ കുറേ കൂടി ആക്യുറസി കിട്ടും ഇതിനകത്ത്. ഇപ്പോൾ 72ൽ എടുത്തിട്ട് 85 വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആയേനെ ഇത്രയും ഈസി ആയിട്ട്. അപ്പോൾ അത് RSI കൂടി നോക്കിക്കോണം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് കോൾ സൈഡാണ് നോക്കുന്നത്. കോൾ സൈഡിൽ
നമുക്ക് നോക്കാം. VWAP പിങ്ക് ലൈനാണ്. VWAP ഇവിടെ എങ്ങും ക്രോസ് ചെയ്ത് കാണുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. VWAP ഇടയ്ക്ക് RSI 50 ക്രോസ് ചെയ്യുന്നുണ്ട്, ബട്ട് VWAP ക്രോസ് ചെയ്യുന്നില്ല. MACD ക്രോസ് ചെയ്യുന്നില്ല. അവിടെ ട്രെൻഡ് ഇല്ല. ഓക്കെ, അടുത്തായിട്ട് സെൻസെക്സ് ആണ്. സെൻസെക്സും ഓപ്പൺ ചെയ്യുമ്പോൾ 15 ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് പിവറ്റും ക്രോസ് ചെയ്ത് ഡൗൺ ട്രെൻഡ്, പക്ക ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണ്. അവിടെ വന്നിട്ട് RSI 30 സപ്പോർട്ട് എടുത്തിട്ട് ഒരു റിട്രേസ്മെൻറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. പിവറ്റിൽ തട്ടിയിട്ട് RSI 50 റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ഡൗൺ സൈഡ് വന്ന് 200 ഡേയ്സ് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യണം. ഡൗൺ സൈഡ് 200 ഡേയ്സ് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്ന സീനാണ് കാണാനുള്ളത്. നല്ലൊരു എൻട്രി പോയിൻ്റാണ്. 200 ഡേ മൂവിങ് ആവറേജ് ടുഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്ത് ഹിസ്റ്റോഗ്രാമിൽ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹിസ്റ്റോഗ്രാമിലും ഏകദേശം സെൻട്രൽ പോയിൻ്റ് അടുത്ത് വെച്ച് ക്രോസിംഗ് ഉണ്ട്. അപ്പം അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമുക്കത് ഓപ്ഷൻ ചെയിനിലേക്ക് പോയിട്ട് നോക്കാം അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം ട്രെൻഡ് മനസ്സിലായി, ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് നോക്കേണ്ടതാണ് പുട്ട് കോൾ റേഷ്യോ. 0.7 താഴെയാണെങ്കിൽ ഡൗൺ സൈഡ് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് മാറുന്നുണ്ട്. മാറുമ്പോൾ PA ഓപ്പൺ ഇൻട്രസ്റ്റ് റേഷ്യോ മാറുന്നത് നോക്കിക്കോളണം. ഓക്കെ, ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം P സൈഡ് തന്നെ നോക്കാം. P സൈഡ് 82,100 പുട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. ജൂലൈയിലാണ് എടുത്തിരിക്കുന്നത്. അത് P സൈഡ് VWAPന് മുകളിൽ തന്നെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. RSI 50 എബവ് ക്രോസിങ് വന്നിട്ടുണ്ട്. മൂവിങ് ആവറേജും VWAPും ഒരുമിച്ച് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അവിടെ നല്ലൊരു എൻട്രി ഉണ്ട്. നല്ലൊരു എൻട്രി എടുക്കാം. കാര്യം പ്രീവിയസ് ഡേ ലോ സപ്പോർട്ടായിട്ട് വർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ VWAPന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് എവിടെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ടാർഗറ്റ് തീർച്ചയായിട്ടും ഈ ഒരു ലൈൻ വരുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്നത് വരച്ച് കാണിക്കാവേ. ഇങ്ങനെ ലൈൻ വരുന്നത് ട്രെൻഡ് ലൈനായിട്ട് എടുക്കുക. അത് മാർക്ക് ചെയ്തിട്ട് അതൊരു റെസിസ്റ്റൻസ് ആണ്. അത് റെസിസ്റ്റൻസ് ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 130 റേഞ്ചിലെടുത്താൽ 150 ടാർഗറ്റ് സെറ്റ് ചെയ്ത് എൻട്രി എടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് VWAP ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ട് വീണ്ടും RSI 50 എബവ് ക്രോസ് ചെയ്ത് അപ്സൈഡ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നീട് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കേണ്ടത് ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ റെസിസ്റ്റൻസ് അല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ഇതല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. ഇതായിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ട റെസിസ്റ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പിവറ്റ് പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ ഡബിൾ സ്ട്രോങ് ആയി കണക്കാക്കാം. RSIയും ഓക്കെയാണ്. RSI ഓക്കെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് ആയിട്ട് നമുക്കൊരു എൻട്രി ഓഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോഗ്രാമിനോട് ചേർന്നാണ്. നോക്കുക, ഇവിടെ
അവിടെ ക്രോസിംഗ് വന്നിരിക്കുന്ന ഹിസ്റ്റോഗ്രാമിനോട് ചേർന്ന് ബ്ലൂ റെഡ് ലൈൻസ് ക്രോസിംഗ് ഉണ്ടായാൽ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് അവിടെ വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ബുള്ളിഷ് ആകാം, ബീറിഷ് ആകാം. അതോടൊപ്പം തന്നെ RSI 50 ക്രോസ് ചെയ്തിട്ടുണ്ട്. RSI 50 ക്രോസ് ചെയ്തു. ഓക്കെ, എഗെയിൻ ക്യാൻഡിൽ റിമെയിൻസ് എബോ VWAP. വൺസ് നമ്മളൊരു എൻട്രി എടുത്തു, അതിനുശേഷം ടാർഗറ്റ് ഹിറ്റായി, ഡൗൺ സൈഡ് വന്നു, VWAP ബിലോ വന്നു, വീണ്ടും അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണ്. അപ്സൈഡ് മൂവ്മെൻറ്റ് ഒപ്പം തന്നെ MACD ഹിസ്റ്റോഗ്രാമിനോട് ചേർന്ന് ക്രോസിംഗ് ഉണ്ട്. RSI 50 എബോ ക്രോസിംഗ് ഉണ്ട്. ക്യാൻഡിൽ VWAPന് മുകളിൽ ക്ലോസിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ബ്രേക്ക് അഥവാ ടാർഗറ്റ് എന്താണ്. ഇവിടെ ഒരിക്കൽ ഇവിടെ വന്നു റിട്രേസ്മെൻ്റ് എടുത്താണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇപ്പം സെക്കൻഡ് എൻട്രി എവിടെ എടുക്കണം? ഇവിടെ എടുക്കണോ, ഇവിടെ എടുക്കണോ? രണ്ടും നിങ്ങളുടെ ചോയ്സ്. ഇവിടെ എടുത്തു കഴിഞ്ഞാലും VWAPന് താഴെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ബിലോ VWAPന് താഴെ ബഫർ സോണിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെയാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അണ്ടർസ്റ്റാൻഡ്? പിവറ്റ് ടാർഗറ്റ് വയ്ക്കാം. അതല്ലെങ്കിൽ പ്രീവിയസ് ഡേ റെസിസ്റ്റൻസ് ഏരിയയായി കാണുന്ന ഈ ബ്ലൂ ലൈൻ, അത് സെക്കൻഡ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ കോൾ സൈഡും കൂടി നോക്കാം, എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു. 82 കോൾ സൈഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കോൾ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. ഒരു ക്യാൻഡിൽ പോലും VWAPന് മുകളിൽ ക്രോസ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം ഒരു ക്ലിയർ പിക്ചറാണ്. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. ഇവിടെ വരുമ്പോൾ ഒരു എൻട്രി ഉണ്ട്. VWAPന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. VWAPന് മുകളിൽ ചേർന്നായിട്ട് ഇവിടെ റൂളും പ്രകാരം എൻട്രി എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. VWAPന് മുകളിൽ ക്ലോസ് ചെയ്തു. RSI 50 എബോ ക്രോസ് ചെയ്തു. മൂവിങ് ആവറേജ് MACD ക്രോസ് ചെയ്തിട്ടില്ല. അത് നോക്കുക, MACD ക്രോസിങ് ഇല്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ആയിട്ടില്ല. ഇവിടെ എൻട്രി എടുക്കണം. നമ്മുടെ റൂളാണെങ്കിൽ RSI 50 ക്രോസ് ചെയ്തു. VWAPന് മുകളിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ട്. എൻട്രി എടുത്താൽ ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നത് ഇതിന് താഴെ ആയിരിക്കണം ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ വലിയ പോയിന്റ് കിട്ടാൻ സാധ്യതയില്ല. 396 1 സെക്കൻഡ് 397 410 മാത്രം ചെറിയ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ലീവ് ചെയ്യുക. അഥവാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോരണതിൽ. ഓക്കെ, താങ്ക് യു ഓൾ.